ഗുഡ് ഈവനിങ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചെറിയ വേദഭാഗം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആരോഹണ ഗീതത്തിൽ 2-ാമത്തെ അധ്യായമാണിത്. ഏകദേശം 15 ആരോഹണ ഗീതങ്ങൾ ദാവീദ് എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സീനായി മലയും മോറിയ മലയും ഒക്കെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതകളാണ്. പലപ്പോഴും യഹൂദന്മാർ യാത്ര ചെയ്ത് പർവ്വതങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് ക്ലേശവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ വളരെ തീർത്ഥാടന പ്രക്രിയയൊക്കെ അവർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ നേരിടും. ആ പ്രതിസന്ധി ഘട്ടത്തിൽ യഹോവയെങ്കിൽ അവരുടെ കണ്ണ് ചലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസത്തിലും പ്രതികൂലത്തിലും ഭാരത്തിലും ഒക്കെ നമ്മുടെ കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. എത്ര പ്രശ്നങ്ങളും തിരമാലകളും ആഞ്ഞടിച്ചാലും നമ്മുടെ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പലരും ആത്മഹത്യയ്ക്ക് ശ്രമിക്കാറുണ്ട്. ജീവിത നൈരാശ്യവും മറ്റ് കാരണങ്ങളും ആകാം. അവർക്ക് യഹോവയെങ്കിൽ പ്രത്യാശയില്ല. നമ്മുടെ ജീവിത അനുഭവത്തിൽ നമുക്ക് എത്ര പ്രശ്നം നേരിട്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഇതിൻ്റെ അവസാന ഭാഗം പറയുന്നു, അവൻ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നും എന്നേക്കും പരിപാലിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ജനിച്ച മുതൽ മരിക്കുന്ന ദിവസം വരെ കർത്താവ് നമ്മളുടെ കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ കണ്ണ് കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. അതിനായിട്ട് ഈ വചനം ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുന്ന് തന്ന ഒരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണ് കർത്താവെ യഹോവയെങ്കിലേക്ക് തിരിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ ഒരിക്കലും വേണ്ടാത്ത ചിന്തയിൽ ഞങ്ങളെ ഭരിക്കാതെ ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിത്യജീവനും ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.